എൻ്റെ കൂടെ ഒന്ന് ഹോസ്പിറ്റൽ വരെ വരുമെന്ന് ദേവി ചോദിച്ചു. വരാമെന്ന് ഞാനും പറഞ്ഞു. ഒരു ഉദ്ദേശവും ഇല്ലാതെ ദേവിക കൃഷ്ണൻ അങ്ങനെ പറയില്ല. ഒരൊറ്റ ഉദ്ദേശമുള്ളൂ, ഫുഡ് അടി. നേരെ പോയി ട്രക്ക് മാനിലേക്ക് ഒരു കോഫി, ഒരു ചായ, കുറച്ച് നൂഡിൽസ്. ഉള്ളത് ഞാൻ ഉള്ളതുപോലെ മാത്രമേ പറയൂ. നല്ല അടിപൊളി കോഫിയായിരുന്നു ഗൈസ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട. ഏലക്കൊക്കെയുണ്ട്. ആക്രാന്തം കാരണം ദേവിയുടെ വാ പുള്ളി. അന്യൻ്റെ ദുഃഖത്തിൽ ആനന്ദിക്കുന്നവളായതുകൊണ്ട് എനിക്ക് കണ്ടപ്പോൾ സന്തോഷമായി. അതുകൊണ്ട് നൂഡിൽസിൻ്റെ പുറത്ത് കുറച്ച് സോസൊക്കെ ഒഴിച്ച് നന്നായിട്ട് അങ്ങോട്ട് തട്ടി വിട്ടു. അങ്ങനെ ട്രക്ക് മാനിൽ നിന്ന് ഇറങ്ങി ബില്ലൊക്കെ പേ ചെയ്ത് അങ്ങോട്ട് പോകുന്ന വഴിക്ക് വഴിയിൽ അടിപൊളി കോടമഞ്ഞ്. അത് കണ്ടപ്പോൾ നമ്മൾ നമ്മുടെ ദേശീയ ഗാനം അങ്ങ് പാടി. ഗാനാലാപനത്തിൻ്റെ ക്ഷീണം മാറ്റാൻ നേരെ പോയി ആ നാല് ടർഫിലോട്ട്. കാത്തിരുന്ന് ഞാൻ മെലിഞ്ഞതല്ലാത്ത സാധനം കിട്ടിയില്ല. അങ്ങനെ അവസാന കാത്തിരിപ്പിനൊടുവിൽ ഹോട്ട് ചോക്ലേറ്റും കോൾഡ് കോഫിയും എത്തി. ഇത് രണ്ടും ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. ദേവിയും. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ ദേവിയെക്കുറിച്ച് 2 വാക്ക് പറയാം. ആരാണ് ദേവി എന്നെൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്. കിട്ടുവിൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തിയാണ് ദേവി. അത് പണ്ട്. എന്നാൽ ഇന്ന് ഞാനും ദേവിയും തമ്മിൽ അഗാധമായ ബന്ധങ്ങളാണ് ഗൈസ്. ദേവി എൻ്റെ നാത്തൂനാണെന്നാണ് പലരുടെയും ഡൗട്ട്. ഒഫീഷ്യലി അവൾ എൻ്റെ നാത്തൂൻ അല്ലെങ്കിലും അവൾ എൻ്റെ നാത്തൂൻ എന്ന് പറയാനാണ് എനിക്കിഷ്ടം. പിന്നെ എൻ്റെ അമ്മൂനെ പോലെ, പിന്നെ റാസിയെ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എൻ്റെ ദേവി മോളാണ് ഇത്. ഇത്രയും ഞാൻ പൊക്കി പറഞ്ഞതുകൊണ്ട് അക്ഷര എന്തായാലും കൃതാർത്ഥയായി കാണും. ദേവിയുടെ യഥാർത്ഥ പേര് അക്ഷര എന്നാണ്. ടർഫ് വരെ പോയതല്ലേ, ഒരു സാൻഡ്വിച്ചും കൂടെ കഴിക്കാമെന്നും പറഞ്ഞ് ഒരു സാൻഡ്വിച്ചും കൂടെ പറഞ്ഞു. അവക്കും എനിക്കും ആക്രാന്തം വളരെ കൂടുതലായതുകൊണ്ട് എത്ര പെട്ടെന്നാണ് അത് തീർന്നതെന്ന് നമ്മൾ പോലും അറിഞ്ഞില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഗായ്സ്. ഓക്കെ, ബൈ.